ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, പിറവി തലേന്ന് നാം വായിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, മംഗളവാർത്ത കാലം അറിയിപ്പിൻ്റെ കാലമാണ്. അറിയിപ്പിൻ്റെ പരമ്പരകളിൽ ഇന്ന് അറിയിപ്പ് ലഭിക്കുന്നത് യൗസേപ്പ് പിതാവിനാണ്. യൗസേപ്പ് പിതാവിന് കൊടുക്കുന്ന ആ അറിയിപ്പ് വഴി ഈശോയുടെ നാമകരണം, ഈശോയുടെ പേര് ഔദ്യോഗികമായി യൗസേപ്പ് പിതാവ് ഇടുന്നത് വരെയുള്ള ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇത് കൂടുതൽ വ്യക്തമാകണമെങ്കിൽ 17-ാമത്തെ വാക്യത്തിലേക്ക് പോകണം. വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഈശോയുടെ വംശാവലി. അതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ ഈശോ മിശിഹായുടെ വംശാവലി. 1-ാം വാക്യം. 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അബ്രാഹം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, തുടർന്ന് ഈശോ മിശിഹ വരെ 14 തലമുറകൾ. ഈ 14 എന്ന് ആവർത്തിക്കാൻ കാരണം ദാവീദ് എന്നുള്ള വാക്കിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ, സംഖ്യാ മൂല്യം, ആ 3 അക്ഷരങ്ങൾ സുറിയാനിയിലാണേലും അത് തന്നെയാണ്. ദാവീദ്, ദാലസ്, വാവ്, ദാലസ്, അതായത് 4, 6, 4, 14. അപ്പം അതിൻ്റെ അർത്ഥം ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ് ഈശോ വരുന്നത്. അത് ഔദ്യോഗികമായിട്ട് ബന്ധിപ്പിക്കുന്നത് ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവനായ യൗസേപ്പ് പിതാവിലൂടെയാണ്. അതുകൊണ്ടാണ് യൗസേപ്പ് പിതാവ് ദാവീദിൻ്റെ വംശത്തിലും ഗോത്രത്തിലും പെട്ടവൻ എന്ന് പ്രത്യേകമായിട്ട് ലൂക്ക എഴുതുന്നുണ്ട്. അപ്പം അങ്ങനെ യൗസേപ്പ് പിതാവിന് ഈ അറിയിപ്പ് ലഭിക്കുകയാണ്, ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട യൗസേപ്പ് പിതാവിന്. അങ്ങനെയാണ് ഈശോ ദാവീദിൻ്റെ വംശത്തിലേക്ക് വരുന്നത്. യൗസേപ്പ് പിതാവ് ഈശോയുടെ ഒരു അഡോപ്റ്റഡ്, ഈശോയെ യൗസേപ്പ് പിതാവ് ദത്തുപുത്രനാക്കി സ്വീകരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ വിവരണങ്ങൾ യൗസേപ്പ് പിതാവിന് കൊടുക്കുന്ന അറിയിപ്പിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കും, അതോടൊപ്പം തന്നെ മത്തായി സുവിശേഷകൻ അറിയിക്കുന്ന ഈ ഈശോ ക്രിസ്തു വിജ്ഞാനീയത്തെക്കുറിച്ചും അതിലേക്കും കൂടെ നമ്മെ ക്ഷണിക്കുകയാണ്. ഈശോയുടെ ജനനം എങ്ങനെയായിരുന്നു, മാതാവായ മറിയവും യൗസേപ്പും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് മറിയം ഗർഭിണിയായി കാണപ്പെടുന്നു. അങ്ങനെയുള്ള സംഭവമാണ് ആദ്യം വിവരിക്കുന്നത്. ഈ യഹൂദ ആചാരപ്രകാരം വിവാഹ നിശ്ചയം എന്ന് പറയുന്ന ആ കർമ്മം, അത് ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഉടമ്പടി നടത്തുന്നത് വധുവിൻ്റെ പിതാവിന് സ്ത്രീധനം കൊടുക്കുക, അല്ല ബ്രൈഡ് പ്രൈസ്. സ്ത്രീധനം എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് അവിടെ കൊടുത്തിരുന്നത്. ഭർത്താവിനല്ല കൊടുക്കുന്നത്, ഭർത്താവിൻ്റെ പിതാവ് അല്ലെ ഭർത്താവ് ഭാര്യയ്ക്ക് അല്ല ഭാര്യയുടെ പിതാവിനെ കൊടുത്തിട്ട് വാങ്ങുന്നത് പോലെയാണ്. വാങ്ങുകയല്ല, അതുപോലെ ആ ഒരു പ്രത്യേകമായ സ്ത്രീക്ക് പ്രത്യേകമായ പരിഗണന നൽകിക്കൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവർ വിവാഹിതരായിട്ട് തന്നെ കണക്കാക്കപ്പെടും. പക്ഷെ 1 വർഷത്തോളം അവർ ഈ ഉടമ്പടിയിൽ നിന്ന് ആത്മീയമായി മാനസികമായി ഒരുങ്ങിയതിന് ശേഷമാണ് വിവാഹ ആഘോഷം. അതിനിടയിൽ ഭർത്താവ് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ വധു വിധവയായിട്ട് കണക്കാക്കപ്പെടും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ഉടമ്പടി റദ്ദാക്കാത്ത അവസ്ഥയിൽ വധു വേറൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയോ ഗർഭിണിയായി കാണപ്പെടുകയോ ചെയ്താൽ അത് വളരെ ഗൗരവമേറിയ കുറ്റമാണ്, വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. നിയമാവർത്തന പുസ്തകം 22, 21, 23 വാക്യങ്ങളുണ്ട്. അവിശ്വസ്തയ്ക്ക് വലിയ ശിക്ഷയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്നാണ് 18-ാം വാക്യത്തിൽ. അങ്ങനെയുള്ള ഈ സംഭവം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. യൗസേപ്പ് പിതാവിന് അവനിതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ യൗസേപ്പ് പിതാവിനെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദാവീദിൻ്റെ പുത്രനായ യൗസേപ്പ്, വംശാവലിയുടെ തുടർച്ചയായിട്ട് പറയുകയാണ്,
മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ചങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. രണ്ടാമതും ആവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി എന്ന് 18-ാം വാക്യത്തിലുള്ളത് 20-ാം വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്ന ആത്മാവാണ്. ഉൽപ്പത്തി പുസ്തകം 1-2, സങ്കീർത്തനം 104, 30 നമുക്കറിയാം. അങ്ങേ അരൂപിയെ അയക്കുക, അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും, ഭൂമുഖം പുതുതാവുകയും ചെയ്യും. അപ്പം ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് ഈശോ എന്ന് പേരിടണം. വളരെ വ്യക്തമായിട്ട് യോസേപ്പിതാവിന് സന്ദേശം നൽകുകയാണ്. ആ സന്ദേശം നൽകുന്ന സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന സന്ദേശം. ഇവിടെ പഴയ നിയമ യോസേപ്പുമായിട്ട്, പൂർവ്വ യോസേപ്പുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് കാണാൻ കഴിയും. പൂർവ്വ യോസേപ്പുമായിട്ട് വളരെയധികം ബന്ധം ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഈ യോസേപ്പും പഴയ യോസേപ്പിനെ പോലെ തന്നെ ഒരു യാക്കോബിൻ്റെ മകനാണ്. അതുപോലെ തന്നെ ഈ യോസേപ്പും ഒരേ പേരുകാരാണെന്നുള്ള തീർച്ചയായിട്ടും. സ്വപ്നക്കാരൻ യോസേപ്പ്, സ്വപ്നക്കാരൻ ഈ യോസേപ്പും സ്വപ്നത്തിൽ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. നീതിയും വിശുദ്ധിയുമുള്ള വ്യക്തിയാണ് പഴയ യോസേപ്പ്. ഈ യോസേപ്പും അതുപോലെ തന്നെ ഈജിപ്തിലേക്ക് തൻ്റെ കുടുംബത്തെ സംരക്ഷിച്ച് കൊണ്ടുവന്ന പഴയ യോസേപ്പിനെ പോലെ തന്നെ ഈ യോസേപ്പും തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നു. അങ്ങനെ പഴയ നിയമത്തിലെ ആ യോസേപ്പിൻ്റെ ഒരു പൂർണ്ണതയായിട്ടാണ് പുതിയ നിയമത്തിൽ കാണുന്ന ഈ യോസേപ്പ് പിതാവ്. അങ്ങനെയുള്ള ആ യോസേപ്പ് പിതാവിനോട് പറയുകയാണ്, അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവനെ ഈശോ, യഹോഷ്വ എന്നാണ് ഹീബ്രുവിൽ. അപ്പം അതിൻ്റെയാണ് സുറിയാനിയിൽ ഈശോ എന്ന് പറയുന്നത്. ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? യഹോഷ്വ എന്ന് പറഞ്ഞാൽ യാഹ്വയെ രക്ഷിക്കുന്നു. അപ്പോൾ ഈശോയുടെ പേര് തന്നെ രക്ഷിക്കുന്നവൻ. 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിക്കും. അപ്പോൾ ഈശോ ആരാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. പാപം മോചിക്കുന്ന മനുഷ്യന് യഥാർത്ഥത്തിലുള്ള ആന്തരിക സ്വാതന്ത്ര്യം നൽകുന്ന, പാപബന്ധനങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്ന യഥാർത്ഥ രക്ഷകൻ ആണ് എന്ന് പറയുകയാണ്. എന്നിട്ട് യോസേപ്പ് പിതാവിൻ്റെ സംശയം നിവാരണത്തിന് വേണ്ടിയാണ് ഒരു ഉദ്ധരണി പഴയ നിയമത്തിൽ നിന്നുള്ള യെശയ്യാ പ്രവാചകൻ്റെ 7:14, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള അമ്മാനുവേൽ എന്ന് അവൻ അറിയപ്പെടും. അപ്പോൾ അത് പ്രവചനം പൂർത്തിയാവുകയാണ്. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്നുള്ള ആ വചനം, അത് വാസ്തവത്തിൽ അതിലൂടെ ദൈവത്തിൻ്റെ പ്രവചനം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ യോസേപ്പ് പിതാവിന് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കത്തക്ക തരത്തിലുള്ള വ്യക്തമായ സന്ദേശമാണ് ലഭിക്കുന്നത്. ദൈവം നമ്മോടുകൂടെ, അമ്മനുവേൽ, അതിൻ്റെ ഗ്രീക്ക് വേർഷനാണ്, ഇംഗ്ലീഷിലൊക്കെയാണ് എമ്മാനുവേൽ എന്ന് പറയുന്നത്. അത് സുറിയാനിയിൽ അമ്മനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നുള്ള ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ഒരു കീ നോട്ട് വേർഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ വാക്ക് വളരെ ക്രിസ്തുവിജ്ഞാനീപരവും സഭാവിജ്ഞാനീപരവുമായിട്ടുള്ള ഒരു കീ നോട്ട് ഫ്രേസാണ്, ദൈവം നമ്മോടുകൂടെ. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ പുറപ്പാട് പുസ്തകം 34 1 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം, മേഘങ്ങളിൽ കർത്താവ് ഇറങ്ങി വന്ന് വീണ്ടും ആ ഉടമ്പടി ഫലകം ഉണ്ടാക്കി അതിൽ മോശ ഉണ്ടാക്കുമ്പോൾ അതിൽ കർത്താവ് ആ ഉടമ്പടി വാക്കുകൾ എഴുതി വയ്ക്കുകയാണ്. ദൈവം ആരാണ്? അവൻ 6-ാം വാക്യത്തിൽ കാരുണ്യവാനാണ്, കൃപാനിധിയാണ്, കോപിക്കുന്നതിൽ വിമുഖനാണ്, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരനാണ്, തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. അങ്ങനെയുള്ള 5-6 അപദാനങ്ങൾ വ്യക്തമാക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവം അതിനുശേഷം മോശ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. നിലം പറ്റി കിടന്നുള്ള പ്രാർത്ഥന. 9-ാം വാക്യം, അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ, കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ സ്വന്തമാക്കി തീർക്കണമേ, ഞങ്ങളുടെ കൂടെ വന്ന് വസിക്കണമേ എന്ന് പറയുകയാണ് അവിടെ ഈ മോശ. അപ്പം ദൈവം കൂടെ വസിക്കണമേ എന്ന് മോശ അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാരണം ദൈവവചനം, ആ വചനം എഴുതി കൊടുക്കുന്ന വചനങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണല്ലോ, ദൈവം കൂടെ വസിക്കുക. അപ്പം അങ്ങനെയുള്ള പുതിയ നിയമത്തിൽ ഈ ദൈവം കൂടെ വസിക്കുന്ന, പഴയ നിയമത്തിൽ ഈ കൽപ്പനകളിലൂടെ
മേഘത്തിലൂടെ, സമാഗമ കൂടാരത്തിലൂടെ, വാഗ്ദാന പേടകം, ഇതിലൂടെ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് ദൈവം നമ്മോട് കൂടെ എന്നുള്ള ആ യാഥാർത്ഥ്യം അത് പൂർത്തിയാവുകയാണ്. രണ്ടാമത്തെ വായനയിലും ഇത് തന്നെയാണ്. സക്കറിയായുടെ പുസ്തകം പ്രവാചകൻ 2:7-13 വരെ, സിയോൻ പുത്രി 10-ാം വാക്യം, പാടി ഉല്ലസിക്കുക, ഞാൻ വന്ന നിങ്ങളുടെ ഇടയിൽ വസിക്കും. 10-ാം വാക്യം. 11-ാം വാക്യത്തിൽ പറയാണ്, അവർ എൻ്റെ ജനം, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. അപ്പോൾ ദൈവം ദൂരെ ഇരിക്കുന്ന ഒരു ദൈവമല്ല, കൂടെ ഇരിക്കുന്ന അടുത്ത ദൈവം. പഴയ നിയമത്തിലെ ആ പ്രവചനമെല്ലാം സാക്ഷാത്കരിക്കുന്നത് ദൈവം കൂടെ വസിക്കുകയാണ്. ഈശോയുടെ സാന്നിധ്യം. ഈശോ ആരാണ്? ദൈവം കൂടെ ആയിരിക്കുന്നവൻ ആണ് ദൈവം. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം മനുഷ്യനോടുകൂടെ ദൈവം ആയിരിക്കുവാൻ വേണ്ടിയാണ് അവൻ വരുന്നത്. അവൻ അമ്മനുവേൽ എന്നറിയപ്പെടും. മത്തായിയുടെ സുവിശേഷം അതിനകത്തൊരു ഇൻക്ലൂസീവ് എന്ന് പറയും, സെമറ്റിക് ഇൻക്ലൂഷൻ, തുടക്കവും അവസാനം ഏതാണ്ട് ഒരുപോലെ ആകുന്ന ക്ലാസിക്കൽ രചനാ രീതിയാണ്. അതിൽ മത്തായിയുടെ സുവിശേഷം 28:20 പറയുന്നുണ്ട്, യുഗാന്തം വരെ ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈശോയുടെ മനുഷ്യാവതാരം, അതിനുശേഷം ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാനത്തിന് ശേഷം അവിടുന്ന് സ്വർഗാരോഹണത്തിന് മുമ്പ് പറയുന്ന വാക്കാണ്, കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈശോ തൻ്റെ സഭയിൽ തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ എപ്പോഴും കൂടെയുള്ള ദൈവം. ആരും അനാഥരല്ല, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം പോലെ തന്നെ ഈശോയുടെ വലിയൊരു സാന്നിധ്യം കൂടിയാണ്. അങ്ങനെ ഈശോ നമ്മുടെ കൂടെ വസിക്കുകയാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് നമ്മൾ ആഘോഷിക്കുന്നത് ഈശോയുടെ കൂടെയുള്ള വസിക്കലാണ്. നാം ദൈവത്തോടൊപ്പം ആവുക. ദൈവം നമ്മോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ കൂട്ട് ആരോടാണ്? നമ്മൾ ആരോടാണ് ഒപ്പമാണ് സഹവസിക്കുന്നത്? നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, ദൈവികമായ സഹവാസം നമ്മളെ ദൈവികരാക്കും. അങ്ങനെ ദൈവികമായ ആ ഒരു സന്ദേശം ശ്രവിച്ചപ്പോൾ യോസേപ്പ് പിതാവ് എന്ത് ചെയ്തു? യോസേപ്പ് പിതാവ് ആ വചനം അനുസരിക്കുകയാണ്. ഇന്നത്തെ മൂന്നാമത്തെ ലേഖനത്തിൽ, വായനയിൽ, വെളിപാടിൻ്റെ പുസ്തകത്തിലും ഇത് തന്നെ പറയുകയാണ്. ദൈവം അവരോടുകൂടെ വസിക്കുന്നു. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവരോടൊപ്പം അവൻ വസിക്കുന്നു. വെളിപാട് 21:3, പുതിയ ആകാശവും പുതിയ ഭൂമിയും ദർശിക്കുകയാണ്. സിംഹാസനത്തിൽ നിന്നുള്ള സ്വരമാണ്, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെയും. അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും. മരണവും ദുഃഖവും വേദനയും ഉണ്ടാവുകയില്ല. എല്ലാം ഞാൻ നവീകരിക്കുന്നു. ഞാൻ ഇതാ ആൽഫായും ഒമേഗായുമാണ്. അതിൻ്റെ അർത്ഥം അക്ഷരങ്ങളുടെ ആദ്യവും അന്ത്യവുമാണ്, ആലപ്പും താവുമാണ് സുറിയാനിയിൽ. അങ്ങനെ ദൈവം കൂടെ വസിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം. ആ വാസ്തവത്തിൽ ഇന്നത്തെ വായനകളെല്ലാം ഒരുതരം അനുസ്മരണ വായനകളാണ്. അനുസ്മരണങ്ങൾ ദൈവികമായ ഒരു ധ്യാനത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവിക സന്ദേശങ്ങളാണ് ഇതെല്ലാം. അപ്പം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, പഴയ നിയമത്തിലെ ഷഹീന, മേഘം, ദീപസ്തംഭം, വാഗ്ദാന പേടകം, ഇതെല്ലാം പൂർത്തിയാക്കുകയാണ്. ഇനി യോസേപ്പ് പിതാവിൻ്റെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യോസേപ്പ് നിദ്രയിൽ നിന്നും ഉണർന്നു. അപ്പോൾ ഉറങ്ങുന്നവനെ ഉണരുക, നിദ്രയിൽ നിന്ന് ഉണരുക, മിശിഹ നിന്റെ മേൽ പ്രകാശിച്ചിരിക്കുന്നു, എഫേസോസ് ലേഖനത്തിൽ പറയുന്ന അതവിടെ പൂർത്തിയാവുകയാണ്. യോസേപ്പ് പിതാവ് ഉണരുകയാണ്. നിദ്രയിൽ നിന്നും, നിദ്രാലസ്യത്തിൽ നിന്നും ഉണർന്ന കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. യോസേപ്പ് പിതാവിൻ്റെ മഹത്വം അതാണ്. യോസേപ്പ് പിതാവിനെ നേരത്തെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മഹത്വം സൂചിപ്പിക്കുന്ന 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? ഈ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ അവളുടെ ഭർത്താവായ യോസേപ്പ് നീതിമാനാകയാലും, 19-ാം വാക്യമാണ്, അവളെ അപമാനിതയാകാൻ ഇഷ്ടപ്പെടായികയാലും. അപ്പം നീതിമാൻ, പഴയ നിയമസങ്കല്പം അനുസരിച്ച് നീതിമാൻ നിയമം പാലിക്കുന്നവനാണ്. ഇവിടെ നിയമം അക്ഷരാർത്ഥത്തിൽ പാലിച്ചാൽ എന്ത് സംഭവിക്കും? മറിയത്തെ കുറ്റക്കാരിയായി വിധിക്കാം, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാം. ആദ്യം കല്ലെറിയേണ്ടത് പരാതി കൊടുക്കുന്ന ആളായിരിക്കണം. അപ്പം അങ്ങനെ യോസേപ്പ് പിതാവ് വാസ്തവത്തിൽ മറിയത്തെ അങ്ങനെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. നീതിമാനാണ്. ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി, നിയമജ്ഞരുടെയും പ്രീശരുടെയും നീതി അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ നിയമഗ്രന്ഥങ്ങളുടെ അക്ഷരങ്ങളുടെ നീതിക്ക് അപ്പുറം ആത്മാവിൻ്റെ, അക്ഷരങ്ങളുടെ ആത്മാവിലേക്ക് കടക്കുന്ന ഒരു നീതിയാണ് ഇവിടെ
ആ, അവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവികമായ ആ ഒരു നീതി, അതുപോലെ തന്നെ യോസേപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം വളർത്തുന്നവൻ എന്നാണ്. വർദ്ധിപ്പിക്കുന്നവൻ, വളർത്തുന്നവൻ. അവിടെ അപമാനിതയാകാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. മറ്റുള്ളവരെ അപമാനിക്കുക, അവരെ ചെറുതാക്കി കാണിക്കുക, അവരെ അവഗണിക്കുക, വേദനിപ്പിക്കുക, അങ്ങനെ യോസേപ്പ് പിതാവ് ചെയ്യുന്നില്ല. ഒരു ജെന്റിൽമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തവനാണെന്ന് കാർഡിനൽ ന്യൂമാൻ പറയുന്നുണ്ട്. യോസേപ്പ് പിതാവ് മറിയത്തെ അപമാനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. തനിക്ക് അറിഞ്ഞുകൂടെ എന്താണ് സംഭവിക്കുന്നത്, താൻ തന്നെ പിന്മാറി അവരുടെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത് യോസേപ്പ് പിതാവിൻ്റെ നല്ല മനസ്സ്, അദ്ദേഹത്തിൻ്റെ വിശാലമായ ഒരു ഹൃദയം ആണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അവൻ നിദ്രയിൽ നുണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. അങ്ങനെ കൽപ്പിച്ചതുപോലെ ചെയ്തു പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു, മറിയത്തെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അറിഞ്ഞില്ല. അത് ബൈബിൾ പ്രയോഗമാണ്. പ്രസവിച്ചതിന് ശേഷം അറിഞ്ഞു എന്നതിൻ്റെ അർത്ഥം എഴുതാപ്പുറം നാം വായിക്കേണ്ടതില്ല. ബൈബിളിലെ എക്സ്പ്രഷൻ അനുസരിച്ച് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് സൂചിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പം മാതാവിനെ പരിരക്ഷിച്ച മഹാവിരക്തനായ കന്യകയായ മാതാവിനെ പരിരക്ഷിച്ച വ്യക്തിയായിട്ടുണ്ട് യോസേപ്പ് പിതാവ്. അതുകൊണ്ട് അങ്ങനെയുള്ള നീതിമാനായ ഒരു വ്യക്തിയിൽ പഴയ നിയമ യോസേപ്പിൻ്റെ എല്ലാ നന്മകളും ശതഗുണീഭവിക്കുന്ന ഒരു പുതിയ നിയമത്തിലെ യോസേപ്പിനെയാണ് മാതാവിനെ കരങ്ങളിലാണ് മാതാവിനെ ഏൽപ്പിക്കുന്നത്. ആ കരങ്ങളിൽ പിടിച്ചാണ് ഈശോ വളരുന്നത്. 25-ാം വാക്യത്തിൽ അവൻ ശിശുവിന് ഈശോ എന്ന് പേരിട്ടു. അപ്പം പിതാവിനാണ് പുത്രന് പേരിടാനുള്ള അവകാശം. അപ്പോൾ യോസേപ്പ് പിതാവിൻ പേരിടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദാവീദിൻ്റെ പുത്രൻ. അപ്പം യോസേപ്പ് പിതാവ് ഈശോയെ ദത്തുപുത്രനായിട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ യോസേപ്പ് പിതാവ് വാസ്തവത്തിൽ ഇവിടെ ദൂത് സ്വീകരിക്കുന്നത്, എവാങ്കേലിയോ എന്ന വാക്കിൻ്റെ അർത്ഥം മാലാഖായുടെ ദൂത് സ്വീകരിക്കുന്നതെന്നാണ്. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥം ദൈവവചനം ശ്രവിച്ചു, തനിക്ക് ഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഗ്രഹിച്ചാൽ ഗ്രാഹ്യമല്ലെങ്കിൽ പോലും അതേക്കുറിച്ച് ധ്യാനിച്ച്, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിമന്ത്രണങ്ങൾ കേട്ടപ്പോൾ, ദൈവിക സന്ദേശം ശ്രവിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ ആണ് അദ്ദേഹത്തിന് തൻ്റെ സംശയങ്ങളുടെ മൂടുപടം എല്ലാം മാറുന്നത്. അങ്ങനെയുള്ള കാർമ്മിക പഠനങ്ങളെല്ലാം മാറി പ്രകാശത്തിലേക്ക് വരാൻ കഴിയുന്നത്. അങ്ങനെ ഈശോയ്ക്ക് ആ പേര് നൽകുകയും ഈശോയുടെ മാതാവിൻ്റെയും സംരക്ഷകനായി തീരുകയും ചെയ്ത യോസേപ്പ് പിതാവിൻ്റെ മാതൃക നമുക്ക് പിന്തുടരാം. യോസേപ്പ് പിതാവ് തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകൻ, ഓരോ ക്രൈസ്തവ കുടുംബത്തിൻ്റെയും സംരക്ഷകൻ, തിരുസഭയുടെയും സംരക്ഷകൻ. ആ യോസേപ്പ് പിതാവ് സഭാ കുടുംബത്തിൻ്റെയും കാവലാളായി നമ്മെല്ലാവരും വളർത്തുന്ന ഒരു പിതാവായി നമ്മോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസത്തിൽ നമുക്ക് ഈ തിരുനാൾ ആചരിക്കുകയും ചെയ്യാം.